ലക്ഷ്മിയെ മോഹൻ ശർമ്മ വിവാഹം കഴിക്കുന്ന സമയം അവരുടെ വീട്ടിൽ തന്നെയായിരുന്നു താമസവും. ആ വീട്ടിൽ ലക്ഷ്മിയെ കൂടാതെ ലക്ഷ്മിയുടെ അമ്മയും മകളും തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. ഐശ്വര്യയെ ഒപ്പം കൂട്ടാൻ വളരെയധികം ഇഷ്ടമായിരുന്നു മോഹൻ ശർമ്മയ്ക്ക്. എന്നാൽ ലക്ഷ്മിയും അമ്മയുമായിട്ടുള്ള പല സമയത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സമാധാനം പല രീതിയിൽ തകർത്തിരുന്നു. അദ്ദേഹം പറയുന്നതിനൊന്നിനും വിലയില്ല എന്ന് കണ്ടപ്പോൾ ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹം ആ വീട് വിട്ട് ഇറങ്ങുകയായിരുന്നു. അദ്ദേഹം വളരെയധികം ശ്രദ്ധാലുവായി തൻ്റെ ജീവിതം ശ്രദ്ധിച്ച് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. പണ്ടുകാലത്തെ സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ സിനിമകളിലും അദ്ദേഹം ഉണ്ടായിരുന്നു. ഇന്ന് 69-ാം വയസ്സിൽ അദ്ദേഹം ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ പലരും ചോദിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. അന്ന് ഒന്നും പറയാതെ ലക്ഷ്മിയും ഐശ്വര്യയും വിട്ട് നിങ്ങൾ പോയതല്ലേ? ഇപ്പോൾ ജീവിതം ഒറ്റയ്ക്കായി എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമെന്ന്. എന്നാൽ തനിക്കന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നത് ഒരവസ്ഥ കൊണ്ടാണ് എന്നും ഒരു വൈകുന്നേരം ഞാൻ ആരോടും പറയാതെയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്നുമാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അന്ന് ലക്ഷ്മിയും മകളും ഒപ്പമുണ്ടായിരുന്നുവെങ്കിൽ ഇന്നും ഉണ്ടായേനെ. അങ്ങനെയെങ്കിൽ ഇദ്ദേഹത്തിന് പ്രായമായപ്പോൾ ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു. എന്നാൽ തൻ്റെ യുവതലമുറയുടെ സമയത്ത് താൻ എന്തുമാത്രം ആഘോഷിച്ചതാണ് ജീവിതം എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകർ ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെപ്പറ്റി കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതെന്ന് നമുക്ക് ഉറച്ചു പറയാനും സാധിക്കും. പ്രേക്ഷകർക്കത് മനസ്സിലാകുന്നുണ്ട് എന്ന് തന്നെ പറയുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയ പോസ്റ്റിനോടൊപ്പം തന്നെയാണ് പ്രേക്ഷകർ ഇതനുസരിച്ച് തന്നെ ഈ വാർത്തയോട് വളരെയധികം പ്രധാനമായി സംസാരിക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ മനസ്സിലാകുന്നതിനോടൊപ്പം സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വളരെയധികം തന്നെ മനസ്സിലാകുന്നു. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഒരു പോസ്റ്റായും ഇത് മാറുന്നുണ്ട്. മോഹൻ ശർമ്മ എന്ത് കൃത്യമായിട്ടാണ് എല്ലാവരോടും സംസാരിച്ചിരുന്നതെന്നും മനസ്സിലാകുന്നുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിന് നല്ല സൗഹൃദങ്ങൾ സിനിമയ്ക്കകത്തുണ്ടായിരുന്നു. അദ്ദേഹം വളരെയധികം മോശം അവസ്ഥയിലൂടെ പോയപ്പോൾ നടൻ രജനീകാന്ത് പോലും അദ്ദേഹത്തിനെ സഹായിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമുക്കങ്ങനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു മോശം സൗഹൃദത്തിന് ഉടമയാണെന്നോ പറയാൻ സാധിക്കില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ സൗഹൃദം അദ്ദേഹം മുതലെടുത്തില്ല. ഇത്രയും നാളും അദ്ദേഹത്തിന് നല്ല സൗഹൃദങ്ങൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ട് പോലും മരുന്ന് വാങ്ങാൻ പോലും കാശില്ലാത്ത അവസ്ഥയിലും ആരോടും കെഞ്ചിയിട്ടില്ല, കടം ചോദിച്ചിട്ടില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നോക്കേണ്ട ഒരു കാര്യം. എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. അതാണ് അദ്ദേഹം ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല സൗഹൃദത്തിന് ഉടമയായതുകൊണ്ട് തന്നെ അദ്ദേഹം ചോദിച്ചാൽ ഒരുപക്ഷെ പൈസ നൽകാൻ ഒരുപാട് പേർ ഉണ്ടായിരിക്കാം. എന്നാൽ അദ്ദേഹം അത് ചോദിച്ചില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.